ഞാൻ എൻ്റെ അപ്പൻ്റെ ബിസിനസ് കൊണ്ടുവന്ന് നടത്തിയാലെന്ന് ആലോചിക്കുക. എൻ്റെ അഭിപ്രായം നമ്മള് പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ചിലരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്രാജ്യത്തിലിരിക്കും, ചിലര് ഇരിക്കുന്നോടെ സാമ്രാജ്യമാക്കും. ആൽബി ഇപ്പൊ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സാമ്രാജ്യത്തിൽ കയറി ഇരിക്കില്ല, ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. പക്ഷെ മര്യാദയ്ക്ക് കൊണ്ടുവന്നില്ലേ കയ്യിൽ നിന്ന് പൂണ്ടാ. പക്ഷെ ഇരിക്കുന്നോടെ സാമ്രാജ്യമാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പാടാ. അപ്പൊ എന്റെ അടുത്ത് പഴയ കാലത്തെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വന്നിട്ടു. അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള നിലയിലെ പറഞ്ഞേ. ഇന്റർവ്യൂ എടുക്കാതിരിക്കുന്ന ആള് ഞാൻ സോഫ്റ്റ്വെയർകാരൻ, അവൻ വലിയ മാർക്കറ്റിംഗുകാരൻ, നമ്മളൊക്കെ ചെറിയ കമ്പനിയാണല്ലോ. അപ്പൊ ആ ഒരു ലെവലിൽ വെച്ചിട്ട് കമ്പനിക്ക് കയറി വന്ന വെച്ചാൽ എന്നോട് പറയണം ഇത് ഇത്ര ചെറിയ കമ്പനിയാണെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞേ ഇന്റർവ്യൂ എടുക്കണ്ടെന്ന് ചോദിച്ചു. എടുക്കണം, ശരി. അപ്പൊ ഇവന്റെ പേര് ജെഫിൻ എന്നാണ്. ജെഫിൻ എവിടെ വർക്ക് ചെയ്തിരുന്നതെന്ന് ചോദിച്ച വശം ഒരുമാതിരി കൊത്രാകൊള്ളി മറുപടി ഉണ്ട്. അത് ഞാൻ സി വിയിൽ എഴുതിയിട്ടുണ്ട്. നമ്മള് സി വി മേടിക്കാൻ വായിക്കാൻ നേരം കിട്ടില്ല, പറയണെങ്കിൽ ഉപകാരമായി തോന്നുന്നു. പറഞ്ഞാൽ ഞാൻ ഹിന്ദുസ്ഥാൻ ലിവറിലെ വർക്ക് ചെയ്യണം. അതിന്റെ ഒരു ഷോ ജെഫിൻ എന്തുകൊണ്ടാണ് ഈ കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് വന്നത്? ഞാൻ സാലറി കൂടുതൽ കിട്ടുന്നു വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമല്ലോ, നമ്മുടെ എന്തെങ്കിലും കുന്തണ്ടാവണ്ടേ. ഈ ജെഫിൻ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ജെഫിൻ പറയാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് ഷോപ്പിൽ ചെല്ലും, ഞങ്ങൾ അവർക്ക് ടാർജറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ ഓഫേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് അങ്ങോട്ട് തരും, ഓർഡർ തരും. ആ ഓർഡർ ഞങ്ങൾ സപ്ലൈ ചെയ്യും, ഞങ്ങൾ പുഷ് മാർക്കറ്റിംഗ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇതൊക്കെ പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാക്കി അത് പറ, അത് കേൾക്കട്ടെ. അത് അവരെ ഔട്ട്ലെറ്റുകൾ കൂടുതൽ വന്നു, അവിടെയൊക്കെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തു, ഒക്കെ ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ ഒരു നാച്ചുറൽ ഗ്രോത്താ. ജെഫിനോട് ഞാൻ പറഞ്ഞേ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് തന്നു, നല്ലൊരു പ്രൈസിന് തന്നു, ആളുകൾക്ക് ഉപകാരമുള്ള സാധനങ്ങളായിരുന്നു, അത് നല്ലൊരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കി തന്നു, പ്രൊഡക്റ്റിന് നല്ലൊരു പാക്കിംഗ് ഉണ്ടായിരുന്നു, ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹിന്ദുസ്ഥാൻ ലിവർ ചെയ്തു കൊടുത്തപ്പോ അവസാനമായിട്ട് ജെഫിൻ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഈ സാധനം ഉണ്ട് കേട്ടോ, വേണോ എന്ന് ചോദിച്ചു. അത് ആളുകൾക്ക് ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട്, അതൊരു വർഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്രാജ്യം ആയതുകൊണ്ട് ഇവൻ സിമ്പിൾ ആയിട്ട് വിറ്റു എന്നാണ് ഇവൻ ഈ പറയണേ. അത് ഇവന്റെ കഴിവെന്ത്, ബ്രാൻഡിന്റെ കഴിവാണ്. ഓക്കെ. അപ്പൊ ഈ കമ്പനി ഹിന്ദുസ്ഥാൻ ലിവർ അല്ല, മൾട്ടിനാഷണൽ കമ്പനി അല്ല. ഇവിടെ ജോലി ചെയ്യാനായിട്ട് നിനക്ക് വരാനുള്ള യോഗ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അവസാനമായിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, സാറിന് കൂടെ കുറച്ചാൾ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവനെ അറിയിക്കാൻ തോന്നുന്നു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ എടുത്തില്ല. എന്റെ കാരണം എന്ന് വെച്ചാൽ 38 വയസ്സായി അവന്. 38 വയസ്സായിട്ട് അവന് ബോധം വെച്ചിട്ടില്ല. ഇനി ഞാൻ അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവും അവസാനം? അവൻ പറയും സാറിന് വേണ്ടി എന്റെ ജീവിതം കളയാനില്ല, ഞാൻ പുലിയാ, ഞാൻ പോവാന്ന് പറയും. അവൻ പോവും. ഞാൻ എന്താണ് നടക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന ജോലി അടിപൊളിയായിട്ട് ചെയ്യണം, അത് അവർക്ക് അറിയില്ല. അവരേതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയിൽ കയറി എന്തെങ്കിലും ഒക്കെ അവർ ചെയ്യും. ഇതിലപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ബോധം നമ്മുടെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ അവർക്ക് വളരെ കുറവാ. ഇങ്ങനത്തെ ആളുകളുടെ ഭാവി ബന്ധവും ഇതൊന്നിട്ട് ഇത് ഇവര് ഇങ്ങനെ നിന്ന് കുറെ നാള് തിന്നു കൊടുത്ത് ഇങ്ങനെ കിടന്ന് നടക്കും. ലാസ്റ്റ് എന്തുണ്ടാവും? ആ മൾട്ടിനാഷണൽ കമ്പനി ഇതൊക്കെ അങ്ങനെ നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാവും. അവർക്ക് അവരുടെ ആ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ആള് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവര് പതുക്കെ എന്ത് ചെയ്യും? ഇതിനെടുത്ത് പുറത്ത് കളയും, അടുത്ത ആളിലെടുക്കും. അവർക്ക് ആ ബ്രാൻഡ് വാല്യൂവിന്റെ പുറത്ത് എന്ത് വേണമെങ്കിലും നടക്കും.